ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ ഇതൊരു അടിപൊളിയായിട്ടുള്ള ബിരിയാണീൻ്റെ റെസിപ്പിയാണ്. സാധാരണ ബിരിയാണിയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് നല്ല ഒരു അടിപൊളി ടേസ്റ്റിൽ ഒരു അടിപൊളി ബിരിയാണി നമുക്ക് റെഡിയാക്കി നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ കുറച്ച് ഉള്ളി ഒന്ന് പൊരിച്ചെടുക്കണം. ഞാനിവിടെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ട് കനം കുറഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുള്ള സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള ഞാനിപ്പോൾ ഇവിടെ ഒരു 3 മീഡിയം സൈസ് വലുപ്പത്തിലുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. നമ്മൾ തലശ്ശേരി ദം ബിരിയാണി ഇല്ലേ, അതിനൊക്കെ ബാസ്ത റെഡിയാക്കുന്നത് അതുപോലെ ആ ഒരു ടൈപ്പിൽ ഒന്ന് പൊരിച്ചെടുക്കാം. ഞാനിതിന് മുന്നേ ഒരു റെസിപ്പി ചെയ്തിട്ടുണ്ട്. അതിന് കാബരി ചിക്കൻ റൈസ് എന്നും പറഞ്ഞിട്ട് ആ ഒരു ബിരിയാണിയും ഏകദേശം ഇതുപോലെ തന്നെ ഉള്ളിയൊക്കെ പൊരിച്ചിട്ടാണ് ഉണ്ടാക്കുന്ന ആ ഒരു ബിരിയാണീൻ്റെ ഏകദേശം ഒരു ടേസ്റ്റാണ് ഇതിനും വരുന്നത്. അപ്പോൾ ഉള്ളി ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്ക് ഇത് മുഴുവനായിട്ടൊന്ന് കോരി മാറ്റാം. ഞാനിപ്പോൾ ഈ സവാള മൊത്തമായിട്ട് ഫ്രൈ പാനിൽ നിന്നും കോരി മാറ്റുന്നുണ്ട്. ഏകദേശം ഈ ഒരു കളറായി വരുന്ന സമയത്ത് മൊത്തമായിട്ടൊന്ന് കോരി മാറ്റാം. ഓവർ കളറായ നിൽക്കരുത്, ഈ ഒരു കളർ ആയി വരുന്ന സമയത്ത് തന്നെ മാറ്റണം. നല്ലോണം കളർ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഉള്ളിയൊരു കയ്പ്പ് ടേസ്റ്റ് വരും. പിന്നെ ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാനിപ്പോൾ കുറച്ച് ചിക്കനോടെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. അതിന് ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അതായാലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പം സാധാ മുളക് പൊടി 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല, 1 ടീസ്പൂണ് ചെറിയ ജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പൊരിച്ച് മാറ്റി വെച്ചിട്ടുള്ള സവാളയില്ലേ, അതിൽ നിന്ന് കുറച്ച് ചേർത്ത് കൊടുക്കാം. അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. നമ്മൾ ബിരിയാണി ദമ്മാക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കാനായിട്ട് കുറച്ച് മാറ്റി വെച്ചതിന് ശേഷം ബാക്കി വന്നിട്ടുള്ള മുഴുവൻ സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സവാള പൊരിച്ചതാട്ടോ ഇതിലേക്കുള്ള മെയിനായിട്ടുള്ള ഐറ്റം. അതിട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള മല്ലിയില ചേർത്ത് കൊടുക്കാം. പിന്നെ ചെറുനാരങ്ങ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ചെറുനാരങ്ങേൻ്റെ പകുതി എടുത്തിട്ടുണ്ട്, അതിന് ഇതിലേക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല. ഇനി ഇതെല്ലാം കൂടി ഒന്ന് കൈവച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മസാല എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉപ്പോ പുളിയോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ കൈവച്ചിട്ട് തന്നെ നന്നായിട്ട് മസാല എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതങ്ങ് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ അടുത്തതായിട്ട് മസാല റെഡിയാക്കാനായിട്ട് ഞാനിതാ ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. കുക്കറിലാട്ടോ മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂണ് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഉള്ളി പൊരിക്കാൻ എടുത്തിട്ടുള്ള ഓയിലില്ലേ, അതിൽ നിന്ന് ഒരു 3-4 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ള 3 സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാളൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഞാനിതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് 3ഉം കൂടി ഒരുമിച്ച് അരച്ചെടുത്തിട്ടുള്ളതാട്ടോ. ആ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഉള്ളി ഈ ഒരു കളറിൽ വഴന്ന് വരുന്ന സമയത്താണ് ഇത് ചേർത്ത് കൊടുക്കേണ്ടത്. ഓവറായിട്ട് വഴറ്റിയെടുക്കണ്ട കേട്ടോ. നമ്മൾ കുക്കറിലല്ല ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഇത് ഓവറായിട്ട് വഴറ്റിയെടുക്കുന്നില്ല. ഈ ഒരു സമയത്ത് തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തക്കാളിയാണ്. 3 തക്കാളി എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ ചിക്കൻ മസാല ഇടുന്ന സമയത്ത് അതിൽ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിന്. അപ്പം ഇത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിപ്പോൾ ഞാൻ മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ വേറെ മസാലപ്പൊടികളൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. ചിക്കന് എല്ലാ മസാലപ്പൊടി ഇട്ട് കൊടുത്തതുകൊണ്ട് ഇതിലേക്ക് വേറെ മസാലപ്പൊടികളൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഇനി നമ്മൾ നേരത്തെ മസാല ഇട്ട് വെച്ച് ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം.
ചിക്കൻ മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മൊത്തമായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതൊന്ന് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ മസാല എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ ഒന്ന് മുഴുവനായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് അടച്ചു വെച്ചിട്ട് ഒരു 2-3 വിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ആക്കാം. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ബിരിയാണിയിലേക്ക് ആവശ്യമായിട്ടുള്ള റൈസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഒരു ബിരിയാണി പോട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് അത് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ആയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്, ഓയിൽ ചേർത്ത് കൊടുക്കരുത്, വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക എന്താ വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ബേ ലീഫും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് ഒരു ഉള്ളിൻ്റെ പകുതി കട്ട് ചെയ്തെടുത്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഉള്ളി നന്നായിട്ടൊന്ന് പൊരിച്ച് എടുക്കുക. ഉള്ളി പൊരിഞ്ഞ് വരുന്ന സമയത്ത് കഴുകി എടുത്തിട്ടുള്ള അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അരി വറുത്തിട്ടാട്ടോ ബിരിയാണി റെഡിയാക്കുന്നത്. അപ്പം ഈ അരി നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുക. കൈ എടുക്കാതെ ഇതുപോലെ ഇളക്കി കൊടുക്കുക. അരി കളറ് മാറിപ്പോരട്ടോ, അപ്പോൾ ബിരിയാണീൻ്റെയും കളറ് മാറിപ്പോവും. അപ്പം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് 1/4 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു സമയത്ത് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി ഇതവിടുന്ന് കുക്കായി വരട്ടെ. അതായത് ഞാനിനി അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് ദമ്മിടലാട്ടോ. ദമ്മാക്കാനായിട്ട് ഞാനിതിൻ്റെ മുകളിൽ നിന്ന് കുറച്ച് റൈസ് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. കുറച്ച് മാത്രം മാറ്റി കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ മസാല ഒന്ന് കവർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ചോറ് മാത്രം മാറ്റി കൊടുത്താൽ മതി. ഞാനിതാ ഒരു 2-3 കയ്യിൽ ചോറ് മാറ്റി കൊടുക്കുന്നുണ്ട്, വലിയ കയ്യിലാട്ടോ. അപ്പോൾ അതിൽ ഒരു 3 കയ്യിൽ ചോറ് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ മസാല മുഴുവനായിട്ട് ഞാൻ ചോറിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മസാല മൊത്തം അടിയിലാക്കിയിട്ടും ദമ്മിട്ട് എടുക്കാം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ചോറ് ഇതിൻ്റെ മുകളിൽ ഇട്ടിട്ട് ഒന്ന് നല്ലതുപോലെ നിരത്തി കൊടുക്കുക. ഇതുപോലെ ചോറ് മൊത്തമായിട്ട് മുകളിലിട്ടിട്ട് മസാല കാണാത്ത രീതിയിൽ, മസാല കവർ ചെയ്യുന്ന വിധത്തിൽ നല്ലതുപോലെ ഒന്ന് നിരത്തി കൊടുക്കുക. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള സവാള പൊരിച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ അടുത്തതായിട്ട് വേണ്ടത് മല്ലിച്ചപ്പ്, ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ള മല്ലിച്ചപ്പാണ് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ പുതിന കയ്യിലുണ്ടെങ്കിൽ പുതിന ചപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് ഗരം മസാല പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടാകും കേട്ടോ. അത് വിട്ടുപോയതാണ്, അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ അണ്ടി മുന്തിരി എന്താണെന്ന് വെച്ചാൽ അത് പൊരിച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ബിരിയാണീൻ്റെ റെസിപ്പി. അടിപൊളി ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് ദമ്മാക്കി എടുത്തതിന് ശേഷം വിളമ്പാനായിട്ട് തുടങ്ങാം. ഇതിപ്പോൾ ഞാൻ ദമ്മാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിതൊന്ന് വിളമ്പി കാണിച്ചു തരാം. അടിപൊളി ബിരിയാണി കേട്ടോ, ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റാണ് റൈസിന്. നമ്മൾ ഉള്ളി പൊരിച്ചിട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് ഇതിനൊരു പ്രത്യേക ടേസ്റ്റാട്ടോ. മസാലയിൽ ആ ഉള്ളി പൊരിച്ചതൊക്കെ വന്നുകൊണ്ട് നല്ലൊരു ടേസ്റ്റാണ്. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോസായിട്ട് ഇനി വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ബൈ ബൈ.